ഒരു നിസ്കാരവും വേണ്ട, അത് ഏറ്റുപിടിച്ച് ലോകരാജ്യങ്ങൾ മുഴുവനും സമ്മതിച്ചു. ഇനി നിസ്കരിക്കുന്നവരൊക്കെ വെടിവെച്ചു കൊല്ലണമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ഈ ലോകത്ത് സുജൂദ് ചെയ്യാൻ ഒരാളും ഉണ്ടായില്ല. മദ്രസ എന്ന് പറയുന്ന ഒന്നുമില്ല. ഖുർആനൊക്കെ അങ്ങോട്ട് കരിച്ചു കളഞ്ഞു. എല്ലാ ഇസ്ലാമിന്റെ ചൈതന്യം അങ്ങോട്ട് പ്രഭയും മങ്ങിപ്പോയാലും എന്റെ പടച്ചോന് ഒന്നും സംഭവിക്കാനില്ല. അള്ളാഹ്ക്ക് ഒന്നും സംഭവിക്കാനില്ല. ഇത് തിരിച്ചു ചിന്തിച്ചേ. കാറ്റ് മാറി വീശി, കാറ്റ് മാറി വീശി, ലോകത്തെ തകർക്കപ്പെട്ട പള്ളികളെല്ലാം തിരിച്ചു വന്നു. ഫലസ്തീൻ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു കിട്ടി. പ്രിയപ്പെട്ടവരെ, ബാബരി മസ്ജിദ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവിടെ തന്നെ പടികഴിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ പള്ളികളിൽ അവകാശം പറഞ്ഞു വരാൻ ഒരു വർഗീയവാദികളും ഉണ്ടായില്ല. എല്ലാ സ്ഥലങ്ങളിലും പള്ളികളിലും ദുആകൾ നടക്കാൻ തുടങ്ങി. മദ്രസകളിൽ മജ്ലിസുന്നൂറുകൾ നടക്കാൻ തുടങ്ങി. എല്ലാ സ്ഥലത്തും സ്വലാത്ത് മജ്ലിസുകളാണ്, ദിക്ർ ഹൽഖകളാണ്. എവിടെയും നോമ്പാണ്, എവിടെയും ഇബാദത്താണ്, എവിടെയും ഉറൂസാണ്, എവിടെയും മൗലിദാണ്, എവിടെയും ദിക്റിനോട് ദിക്റാണ്, എവിടെയും മുഴങ്ങി കേൾക്കുന്നത് പടച്ചവന്റെ തക്ബീറാ. അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം ചിന്തിച്ചു നോക്കണേ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ സ്ഥാനമാനങ്ങൾക്ക് എന്തെങ്കിലും ഉയർച്ചയുണ്ടോ? ഇല്ല, ഇല്ല. അള്ളാഹുവിന്റെ കിബിരിയാ ഇനി യാതൊരു ഉയർച്ചയുമില്ല. അള്ളാഹുവിന് വളർച്ചയില്ല, പടച്ചവന്റെ ഉയർച്ചയുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അടിമകളായ നമുക്കാ. അതുകൊണ്ടാ നമസ്കരിച്ചില്ലെങ്കിൽ ആർക്കാണ് കുറ്റം? നിനക്ക് തന്നെയാ. നിസ്കരിച്ചില്ലെന്ന് കരുതിയിട്ട് റബ്ബിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നോമ്പ് പിടിച്ചില്ലെന്ന് കരുതിയിട്ട് എന്റെ പടച്ചോന് ഒന്നും സംഭവിക്കുന്നില്ല. എനിക്കാ ദോഷമുള്ളത്. അതാണ് അല്ലാഹ് പറഞ്ഞത്, ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി. കള്ളു കുടിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കാണ് കേട്. അത് കരളടിച്ചു പോകുമെന്ന കേടല്ല. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങളെ വിളിച്ചു കൊണ്ടുവരുമ്പോ എനിക്കും നിങ്ങൾക്കും ആകെ പ്രതീക്ഷ നമ്മുടെ കാരുണ്യത്തിന്റെ നായകൻ, അജയ്യനായ അമരക്കാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ ഖബർ, പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ വെച്ച് മഹ്ശറയിൽ വെച്ച് കാണാമെന്നല്ലേ. പക്ഷേ കള്ളു കുടിച്ചവരെ കടപ്പുറത്ത് അറബിക്കടലിന്റെ തിരമാലകൾ അലതല്ലുമ്പോൾ കരയോട് മുത്തം കൊടുത്ത് കടലിന്റെ തിരമാലകൾ, പർവ്വത സമാനമായ തിരമാലകൾ തിരിച്ചു പോകുമ്പോ കള്ളുകുപ്പി പൊട്ടിച്ചിട്ട് കള്ളു കുടിക്കുന്നവരെ അല്ലാഹുവിന് യാതൊരു നഷ്ടവുമില്ല. നിന്റെ കരളും കൂമ്പും വാടും എന്നത് ശാരീരികമാണ്. പക്ഷേ നിനക്ക് അല്ലാഹു തരുന്ന ഏറ്റവും വലിയ ശിക്ഷ നരകത്തിന്റെ ശിക്ഷയല്ല. നിനക്കല്ല തരുന്നത്, നീ കുടിച്ച കള്ളുകുപ്പികൾ നിന്റെ തോളപ്പ് കഴുത്തിൽ തൂക്കിയിട്ട് അല്ലാഹു നിന്റെ കണ്ണുകളെ നീല കണ്ണുകളാക്കി, നിന്റെ നാവ് താഴേക്ക് പേയ് പിടിച്ച നായ്ക്കളെ പോലെ നീണ്ടിറങ്ങി നിന്റെ നാവിലൂടെ ഉമിനീരിത്തിട്ട് വീഴുമ്പോ നരകത്തിലുള്ള ആളുകൾ പോലെ ദുർഗന്ധം വമിക്കുന്നു എന്ന് പറഞ്ഞ് മൂക്ക് പൊത്തിപ്പോകുന്ന നിലയിൽ അല്ലാഹ് നിന്നെ പരീക്ഷിക്കുമെന്ന് റസൂൽ പഠിപ്പിച്ചല്ലോ. തീനത്തുൽ ഖബാലിൽ നിന്ന് നിന്നെ കുടിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. വ്യഭിചാരിണികളായ സ്ത്രീകളുടെ രഹസ്യ അവയവത്തിൽ നിന്ന് നാളെ നരകത്തിൽ ഒലിച്ചിറങ്ങുന്ന ദ്രാവകം പോലെ നിന്നെ കുടിപ്പിക്കുമെന്ന് പഠിപ്പിച്ചില്ലേ മദ്യപാനിയായ ചെറുപ്പക്കാരാ? ഇതെല്ലാം നിനക്കല്ല തരുന്ന ശിക്ഷയാണ്. പക്ഷേ പൊന്നുമോനെ, ഇതിനേക്കാൾ അപ്പുറത്ത് ഒരു ശിക്ഷ നിനക്കല്ല തരുന്നുണ്ട്. ആ ശിക്ഷ ഏതാണ്? മനുഷ്യരിബ ഖംറൻ മുസ്കിറൻ മുസ്തഹില്ലൻ ബഅദ തഹരീമിഹി വലം യതുബ് വലം യൻസ ഫലൈസ മിന്നീ വലാ അന മിൻഹു യൗമൽ ഖിയാമ. ആരെങ്കിലും അറിഞ്ഞു വെച്ച് ഒരു തുള്ളി മദ്യം കുടിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട കടപ്പുറത്തെ സമൂഹമേ, ആരെങ്കിലും ഒരു തുള്ളി മദ്യം കുടിക്കുന്ന പക്ഷം അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു ചാൺ മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുന്ന മഹിഷറ, ആ മഹിഷറ വൻസഭയില് വലൈസ മിന്നീ വലാ അന മിൻഹു യൗമൽ ഖിയാമ. ഞാൻ അവനിൽ പെട്ടവനല്ല, അവൻ എന്നിൽ പെട്ടവനല്ല. ഞാനും അവനും തമ്മിൽ യാതൊരു ബന്ധവും
ബന്ധവുമില്ല. ഇതാരാണ് പറയുന്നത് എന്റെ സഹോദര? ഇതാരാണ് പറയുന്നത്? ഏത് തെമ്മാടിയെയും കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ നായകൻ, ലോകത്തിന്റെ നായകന് ഷാഫിആയ നബിയേ മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറയുന്നു, ഞാൻ ഇവനെ മൈൻഡ് ചെയ്യില്ല, ഇവനുമായിട്ട് ഞാനൊരു ബന്ധമില്ല. ആ നിലയിൽ അല്ലാഹു നിന്നെ പരീക്ഷിക്കുമല്ലോ ചെറുപ്പക്കാരാ. ഇത് നിനക്കല്ലേ ദോഷം? അല്ലാഹുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? പലിശ വാങ്ങുന്നവൻ സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കാൻ, പലിശക്കാരൻ സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കാൻ. ഹാജിയാക്കന്മാരെല്ലാം അതിൽ നിന്ന് ഒഴിവല്ല, തൊപ്പി വെച്ചത് എല്ലാവരും അതിൽ നിന്ന് ഒഴിവല്ല. മുസ്ലിയാക്കന്മാരിൽ പലരും പലിശയ്ക്ക് കൊടുക്കുന്നുണ്ട്. മുസ്ലിയാക്കന്മാരാരെയും പറഞ്ഞാൽ എന്താ സംഭവിക്കുക? മൂക്കി കയറ്റിക്കളയും. മൂക്കി കയറ്റിയാൽ വലിച്ച കയറുന്ന അത്രയും വലിയ മൂക്കാർക്കുള്ളത്. പലിശയ്ക്ക് കൊടുക്കുന്ന മൊയ്ലിയാക്കന്മാരുണ്ട്. നിങ്ങൾ നാളെ പറയണ്ട ഞാൻ മൊയ്ലിയാക്കന്മാരെ അധിക്ഷേപിച്ചു എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ, അത് മൊയ്ലിയാരായാലും ശരി, ഖാളിയായാലും ശരി, അത് ഖതീബായാലും ശരി, മുദരിസായാലും ശരി, പ്രഭാഷകനായാലും ശരി, അത് ഹാജിയാരായാലും ശരി, അത് പള്ളിക്കമ്മറ്റിക്കാരനായാലും ശരി, പലിശക്കാരന്റെ അവസ്ഥ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണ്? പലിശക്കാരന് നമ്മൾ കൊടുക്കുന്ന മിതപ്പലിശ, അമിത പലിശ, വട്ടിപ്പലിശ, ബ്ലേഡ് പലിശ, ആ പലിശ, ഈ പലിശ, എന്നാ പലിശയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പേരുകളൊക്കെ അവിടെ നിൽക്കട്ടെ. അള്ളാന്റെ റസൂല് പറഞ്ഞു 73 പാർട്ടാണ് പലിശ. 73 പാർട്ട് പഠിച്ചു വെച്ചോ. 1000 കൊണ്ട് 1000 രൂപ ആണല്ലോ, തരാം 1000 രൂപ, ബിസ്മില്ലാ ഇരിക്കട്ടെ. തിരിച്ച് നല്ലപോലെ കാണണം. എന്നിട്ട് കൊണ്ട് കൊടുക്കും 1100 വാങ്ങുന്നവൻ. നമ്മൾ പറയും ഈ 1000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ, ഞാൻ അതിന്റെ ഒരു ലാഭവിഹിതമല്ലേ വാങ്ങുന്നുള്ളൂ. എന്തൊക്കെ മനോഹരമായ പേരുകളാണ്. നമുക്ക് തോന്നിയതുപോലെ ഉണ്ടാക്കാൻ പറ്റിയതല്ലല്ലോ പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു തആല വരച്ച് കാണിച്ചത് പേനയെടുത്തു, ഏടുണങ്ങി. ഇനി അതിൽ കൈകടത്തലുകൾക്ക് ഒരിക്കലും സാധ്യമല്ലല്ലോ. പലിശ വാങ്ങുന്ന ഒരുത്തൻ അല്ലാഹു തആല പറയുന്നു 73 ശാഖകളാണ് പലിശക്കുള്ളത്. 73ാമത്തെ ഏറ്റവും താഴെ തട്ടിലുള്ള ശാഖയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയോ? ഒന്നാമത്തത് അവിടെ നിൽക്കട്ടെ, 2 മുതൽ 72 വരെയുള്ള ശിക്ഷകൾ അവിടെ നിൽക്കട്ടെ. അതൊക്കെ ക്രൂരമാണ്, കഠിനമാണ്. 73ാമത്തെ ഭാഗം ശാഖയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ മിസ്ലു അയ്യൻകിഹ റജുലു ഉമ്മ. അതാണ് ശിക്ഷ. എന്താ അർത്ഥം? മിസ്ലു അയ്യൻകിഹ റജുലു ഉമ്മ. ഇത് കേട്ടിട്ടെങ്കിലും പലിശയുമായി ബന്ധപ്പെടുന്നവർ നിർത്തിക്കോളൂ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്വന്തം മാതാവിനെ ശാരീരികമായി ഉപദ്രവിക്കുന്ന, സ്വന്തം മാതാവിനെ ശാരീരികമായി ഉപയോഗിക്കുന്ന മകന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അവിടെ പരിസാലപ്പിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പലിശ വാങ്ങി എന്ന് കരുതിയിട്ട് പടച്ചോരൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലാലിമുല്ലി നഫ്സിഹി, നിനക്കാണ് അതിന്റെ കേട്, നിനക്കാണ് അതിന്റെ കേട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു വഖത്ത് നിസ്കാരം ഖലാക്കുന്നവൻ, ഒരു നോമ്പ് വിടുന്നവൻ, ഹജ്ജിന് സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് പോകാതിരിക്കുന്നവൻ, സമ്പത്ത് കോടിക്കണക്കിന് ഉണ്ടായിട്ട് പാവപ്പെട്ടവന് ചട്ടക്കൂരയിൽ, ആ ചട്ടക്കൂരയിൽ പട്ടിണി കിടക്കുമ്പോൾ സക്കാത്ത് വാങ്ങാൻ അർഹനാണെന്നറിഞ്ഞിട്ടും വയറ് നിറച്ചിട്ട് മൃഷ്ടാന്ന ഭോജനം നടത്തി തന്റെ പ്രിയപ്പെട്ട പെൺമക്കളുടെ കല്യാണത്തിന് 50 ലക്ഷത്തിന്റെ വലിയ വലിയ പന്തലിട്ട് 100 പവനും 200 പവനും 5 കിലോയും 10 കിലോയും സ്വർണ്ണാഭരണം ധരിപ്പിച്ച് തന്റെ പ്രിയപ്പെട്ട മകളെ കല്യാണത്തിന്റെ പന്തലിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന വലിയ വലിയ ദാടിയുള്ള നിസ്കാരത്തടമ്പുള്ള മുസ്ലിമേ, നിനക്കാണ് കേട്, അള്ളാഹുവിനൊന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് ലാലിമീങ്ങൾ എന്ന് പറയുന്ന വിഭാഗം നിർബന്ധമായതിൽ പലതും ഉപേക്ഷിക്കും, ഹറാമായ പലതും ചെയ്യും. അവനാണ് ഖുർആന്റെ, അവൻ ഖുർആന്റെ ആളല്ല എന്ന് പറയാൻ പറ്റൂല, ഖുർആന്റെ ആളാ. പക്ഷെ ഒന്നാമത്തെ വിഭാഗം ആളാണ് ലാലിമുല്ലി നഫ്സിഹി എന്ന ആ വിഭാഗത്തിൽപ്പെട്ടവനാണ്. ഇവന് നാളെ പരലോകത്ത് നേരിടുന്ന അവസ്ഥ എന്താണെന്നറിയോ? ഞാൻ ചുരുക്കി പറയാൻ, ഇവൻ പരലോകത്ത് നേരിടുന്നത് മഹാന്മാര് പറയുകയാണ്, വഹും യുഹാസബൂന ഫീ തൂലിൽ ഹശ്രി,
നാളെ പരലോകത്തിയവന് നീണ്ട കാലത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ കോടതിയിൽ നിൽക്കേണ്ടി വരുന്നതാണ്. പടച്ചവന്റെ കോടതിയിൽ നിൽക്കേണ്ടി വരുന്നവനാണ്. അള്ളാന്റെ കോടതിയിൽ അവന് നിൽക്കേണ്ടി വരും. എത്ര കാലമെന്നറിയോ? ഫീ തോലിൽ ഹശ്രി, അവന് ദീർഘനാള് മഹ്ശറയിൽ നിൽക്കേണ്ടി വരുന്നതാ. ഇന്നത്തെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇന്ന് പാലക്കാട് ജില്ലയിലെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഞങ്ങളുടെ നാട്ടിൽ അറിയല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് പാലക്കാട് ജില്ലയിലാ. രണ്ടാമത് ഏറ്റവും കൂടുതൽ ചൂടുള്ള പ്രദേശം കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ്. പാലക്കാട് ജില്ലക്കാരനായ സഹോദരൻ വൈകുന്നേരം എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിലെ ഡിഗ്രി 45 കഴിഞ്ഞിരിക്കുകയാണ്. ചൂട് 45 ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. വിയർത്തൊലിക്കുകയാണ്. ശരീരം വല്ലാത്തൊരു പുഴുങ്ങലാണ്. നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചൂട് കഠിനമാണ്. എന്റെ പ്രിയമുള്ളവരെ, നാളെ മഹ്ശറ എന്ന് പറയുന്നത് നിസാരമല്ല. നോക്കണേ പ്രിയപ്പെട്ടവരെ, ഇതൊരു ചാണാണ്, ഇതൊരു അടിയാണ്, ഇതൊരു മുഴമാണ്. എല്ലാവർക്കും അറിയുമല്ലോ സഹോദര, ഒരു ചാൻ മുകളിൽ സൂര്യൻ അതിന്റെ താപം വിസർജിക്കുകയാണ്. ഒരു ചാൻ മുകളിലെന്ന് പറഞ്ഞാൽ അവന്റെ തള്ളവിരൽ തലയിൽ വെച്ചിട്ട് അവന്റെ ചെറുവിരൽ എവിടെയാണോ എത്തുന്നത് ആ സ്ഥലത്ത് സൂര്യനതാ താപം വിസർജിക്കുകയാ. അടിയിൽ ഇതുപോലുള്ള മണലല്ല, അടിയിൽ കാർപ്പറ്റല്ല, വെള്ളമല്ല. പ്രിയപ്പെട്ടവരെ, അടിയിലെ ടാറല്ല, പിന്നെയോ ചെമ്പുത്തറയാണ്. അല്ലാ, അങ്ങനത്തെ മഹ്ശറയിൽ നമ്മൾ നിൽക്കേണ്ടി വരും. എത്ര കാലമാണ്? ഫീ തോലിൽ ഹശ്രി, ദീർഘനാള് നമ്മൾ മഹ്ശറയിൽ നിൽക്കേണ്ടി വരും. അല്ലാഹു എല്ലാ വിചാരണയും നടത്തിയിട്ട് നമ്മളെ അവസാനം, പ്രിയപ്പെട്ടവരെ, കെലിമയുടെ ആളുകളല്ലേ, ഒരുപക്ഷേ നരകത്തിലെങ്ങാനും ഇടേണ്ടി വന്നാൽ ഇട്ട് അവിടെ നിന്ന് നമ്മളെ കഴുകി ശുദ്ധിയാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്നായാല് കെലിമ പറഞ്ഞവനെ നിനക്ക് സ്വർഗമാണ്. അങ്ങനെയുള്ള ആളുകളാണ് സ്വർഗത്തിലെത്തിയിട്ട് പറയുന്നത്, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ അല്ലദീ ഹല്ലനാ ദാറൽ മുഖാമ മിൻ ഫളിഹി ലാ യമസ്സുനാ ഫിഹാ ലുഗൂബ് ഫിഹാ നസബുൻ വലാ യമസ്സുനാ ഫിഹാ ലുഗൂബ്. സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹ് പറയുകയാണ്, ശബ്ദകോലാഹലങ്ങളില്ലാത്ത, ഒറ്റുകൊടുപ്പും പാരവെപ്പുമില്ലാത്ത, അകറ്റി നിർത്തലും പാരവെപ്പുമില്ലാത്ത ഈ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിച്ച അല്ലാഹ് എപ്പോഴാണ്? പടച്ചതമ്പുരാനെ, ഒരുപാട് പ്രയാസങ്ങൾ മാറ്റിയിട്ട സ്വർഗത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നത്. ആ പ്രയാസം ഏതാണ്? മഹ്ശറയിൽ നിൽക്കുന്ന നൃത്തമാണ്. ചെയ്തു പോയ അപരാധങ്ങളുടെ പേരിൽ നരകത്തിൽ കിടന്ന നരകത്തിന്റെ ശിക്ഷയാണ്. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഞങ്ങളെ, ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ, ഈ പ്രസംഗം ഇവിടെ നിന്ന് കേൾക്കുന്നവരെ, ലൈവിലൂടെ കാണുന്നവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, മുസ്ലിം ഉമ്മത്തിനെ ളാലിമീങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഒന്നാമത്തെ വിഭാഗം, അവരും ഖുർആന്റെ ആളുകളാണ്. പക്ഷെ അവര് ഈ പറയുന്ന രീതിയിൽ ചില ഹറാമ് ചെയ്യും, ചില ഫർള് ഉപേക്ഷിക്കും. അവര് മഹ്ശറയിൽ കുറെ നാൾ നിൽക്കേണ്ടി വരും. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. ഇനി രണ്ടാമത്തെ വിഭാഗം അല്ലാഹു പരിചയപ്പെടുത്തുന്നത് മധ്യ നിലപാട് സ്വീകരിച്ചവർ, മിഡിൽ ലെവലുള്ള ആളുകൾ, മുഖത്തസിദീങ്ങൾ. ഞാൻ പറയുന്നു 30% ആളുകൾ അതിലുള്ളതാണ്. 60 ലാലിമീങ്ങളാണ്. ഞാൻ ഈ പറയുന്ന 30% ആളുകൾ ഈ സദസ്സിൽ ഉണ്ടാവുമോ? അല്ലാഹു നമ്മളെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ 30%, ഞാൻ എന്റെ പ്രസംഗത്തിൽ വെള്ളം കുടിക്കാറേ ഇല്ല. കാരണം എന്താണെന്നറിയോ? വെള്ളം കുടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ പോയിരുന്ന് കുടിക്കണം, നിന്ന് കുടിക്കുന്ന ശരിയല്ല.
ആ ഒരു ഫ്ലോ അങ്ങ് നിന്ന് കുടിച്ചാൽ ഏതെങ്കിലും സാധാരണ പറയുന്നവര് പറയും ഇയാൾ പ്രസംഗിച്ച് നിന്ന് കുടിച്ചു, അങ്ങനെ പറഞ്ഞു വെച്ചിട്ടൊന്നും സംഭവിക്കാനൊന്നുമില്ല, അങ്ങനെ പേടിയില്ല. പക്ഷെ ഏതെങ്കിലും സാധുക്കൾ ചിന്തിക്കും ഇത് ശരിയാണ് എന്ന് ചിന്തിക്കും. അപ്പൊ നമ്മൾ തെറ്റായ ഒരു സന്ദേശം കൊടുക്കുന്നതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കാറില്ല. പക്ഷെ ഇപ്പൊ ഒരാഴ്ച കൊണ്ട് ഈ പ്രസംഗത്തിന്റെ വെള്ളം കുടിച്ചു പോവുക, ചൂടത്ര ഉള്ളത് കൊണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തിയ രണ്ടാമത്തെ വിഭാഗം ആളുകൾ ഒരു അവസരം കൂടെ കിട്ടിയല്ലോ. ബക്കറ്റ് അവര് പറയാതിരിക്കുകയാണ്. അപ്പൊ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ബക്കറ്റ് ഒരു വലിയ ബക്കറ്റാ ഒന്ന് നിറച്ചു തരണം. മണൽവാരി ഇടണ്ട, പൈസ ഇട്ടിട്ട്. നമ്മുടെ പരിപാടി ഇന്നലെ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ചെലവുണ്ട്. പന്തലിന്റെ ചെലവൊന്നുമില്ല, പന്തലിന് പിന്നെ ചെലവൊന്നുമില്ല, ഈ സ്റ്റേജിന്റെ ചെലവ് മാത്രമേ ഉള്ളൂ. എന്നാലും ഒരുപാട് ചെലവുള്ളതല്ലേ. എല്ലാവരും ഒരു നല്ല ഹദിയ എടുത്തേ. കടലില് അള്ളാഹു നല്ല മത്സ്യം തരട്ടെ, ഇഷ്ടം പോലെ കിട്ടട്ടെ, കണ്ണും മനസ്സും നിറഞ്ഞ് കിട്ടട്ടെ. കൊണ്ടുവരാൻ കഴിയാത്ത വണ്ണം അള്ളാഹു താല നമുക്ക് കടൽ വിഭവങ്ങളെ അള്ളാഹു നമുക്ക് സുലഭമാക്കി തരട്ടെ. നമ്മുടെ കടങ്ങളൊക്കെ മാറ്റി തരട്ടെ, നമ്മുടെ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ലൊരു ഉസ്താദുമാരെന്ന് വാങ്ങിച്ച പാവങ്ങള് ശമ്പളം കുറവല്ലേ, അവർക്ക് വേറെ സൈഡ് ബിസിനസ്സും വേറെ ഒന്നും ഇല്ലല്ലോ. എന്തായാലും ബറക്കത്തുള്ളതാ. ഈ ബറക്കത്തുണ്ടെന്ന് പറഞ്ഞ് ശമ്പളം കുറയ്ക്കൊന്നും വേണ്ടേ. പെട്രോൾ ഡീസൽ അടിച്ചിട്ട് ബറക്കത്തുണ്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റൂലല്ലോ. രണ്ടാമത്തെ വിഭാഗം അള്ളാഹു പരിചയപ്പെടുത്തി. രണ്ടാമത്തെ വിഭാഗം മധ്യനിലപാട് സ്വീകരിച്ചവരാണ്, മിഡിൽ ലെവലിലുള്ളവരാണ്. സഹോദരങ്ങളെ, അവരുടെ അടയാളം എന്തെന്നറിയോ? നേരത്തെ പറഞ്ഞത് മറന്നു പോകരുതേ. രണ്ടാമത്തെ വിഭാഗം മധ്യനിലപാട് സ്വീകരിച്ചവരാണ്, മിഡിൽ ലെവലിലുള്ളവരാണ്. അവരുടെ അടയാളം എന്താണെന്നറിയോ? സഹോദരാ, ചിന്തിക്കണേ. നമ്മളിൽ ആരാണ് ആ വിഭാഗത്തിൽ പെട്ടിട്ടുള്ളത്? ആരാണ് ആ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ചിന്തിക്കുക. അവര് നിർബന്ധമായ ഒരൊറ്റ കാര്യങ്ങളും ഒഴിവാക്കുന്നവരല്ല. അവര് നിർബന്ധമായ യാതൊന്നും ഒഴിവാക്കുന്നവരല്ല. അള്ളാഹു നിർബന്ധമാണെന്ന് പറഞ്ഞത് ഒന്നുപോലും ജീവിതത്തിൽ അവർ ഒഴിവാക്കിയിട്ടില്ല. നിസ്കാരം അവർ ഒഴിവാക്കിയിട്ടില്ല, നോമ്പ് അവർ ഉപേക്ഷിച്ചിട്ടില്ല. സകാത്ത് കൊടുക്കാൻ അർഹനാണെങ്കിൽ അത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഹജ്ജ് പോകാൻ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അവരത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു നിർബന്ധമാക്കിയതൊന്നും അവർ ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹു സുന്നത്താക്കിയ പല കാര്യങ്ങളും അവർ ഉപേക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു സുന്നത്താക്കിയ പല കാര്യങ്ങളും അവർക്ക് വിട്ടുപോയിട്ടുണ്ട്. തലമുറക്കല് സുന്നത്താണ് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി. വെള്ളവസ്ത്രം ധരിക്കുന്നത് സുന്നത്താണ് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി. ഇടതുഭാഗത്തേക്ക് മുണ്ടെടുക്കുന്നത് ആദ്യം വലതുഭാഗത്തേക്ക് മുണ്ട് ചേർത്ത് വെച്ചിട്ട് രണ്ടാമത് ആ മുണ്ടിന്റെ കര ഇടതുഭാഗത്ത് വരത്തക്ക നിലയിൽ ഉടുക്കുന്നത് സുന്നത്താ. അത് ഇന്നേ വരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല ചില ആളുകൾക്ക്. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ സുന്നത്ത് മരിക്കുന്നത് വരെ നമ്മൾ ചെയ്യുന്നതാ, അറിയാതെ നമ്മൾ ചെയ്യുന്നതാ. ജീവിതത്തിൽ ഒരിക്കൽ പോലും മുറിഞ്ഞു പോകാത്തൊരു സുന്നത്തുണ്ട്. ഇന്ന് മുതൽ ചെയ്തോളി. ഞാൻ ഉടുത്തിരിക്കുന്ന സ്ത്രീകൾക്ക് മറ കെട്ടിയിട്ടുണ്ടല്ലേ, കുഴപ്പമില്ലല്ലോ. ജിബ്ബ പോക്കാല്ലേ, പെണ്ണുങ്ങൾ മുണ്ടെടുക്കുന്നവരല്ലല്ലോ. നിങ്ങൾ നോക്കിയ ഈ കര ഈ ഭാഗത്ത് വരണം, ഈ കര ഈ ഭാഗത്ത് വരണം, ഇടതുഭാഗത്ത്. അപ്പൊ ആദ്യം മുണ്ടിങ്ങനെ വെച്ചിട്ട് ഒരു കര വലത്തേക്ക് പിടിക്കണം, വലത്തതിന്റെ മുന്തിക്കലായി. ഈ സുന്നത്ത് എപ്പോഴാണ് നമ്മൾ ഒഴിവാക്കുന്നത്? പറ. കുളിമുറി കയറുമ്പോൾ മുഴുവൻ ഒന്നുമില്ലാതെ തന്നെ കുളിക്കുന്നത്, തോരത്തെടുത്തോണ്ടല്ലേ? നമ്മൾ തോറത്തെടുത്ത് ഉടുത്തതിന് ശേഷമാണ് അടുത്ത മുണ്ട് മാറ്റുന്നത്. തിരിച്ചു കുളിച്ചു കഴിഞ്ഞാൽ ആ മുണ്ട് എടുത്ത് വേറെ പുതിയ മുണ്ടെടുത്ത് അരയിൽ വെച്ചിട്ടാണ് തോറത്ത് മാറ്റുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ റയറായിട്ട് മാത്രമേ ആ കാര്യം ആ മുണ്ട് നമ്മൾ മാറ്റുന്നുള്ളൂ, വളരെ കുറഞ്ഞ സമയങ്ങളിൽ. അപ്പൊ അത്രയും സമയം നമുക്കൊരു സുന്നത്ത് കിട്ടിക്കൊണ്ടിരിക്കാൻ നിസാരമായി ആരും അത് തള്ളരുത്.
അങ്ങനെയൊക്കെ കുറെ സുന്നത്തുണ്ട്. ഒരിക്കൽ ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സുന്നത്തുണ്ട്. ഇപ്പൊ ഞാൻ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ എന്റെ കൂടെ എത്രയോ പേര് നിസ്കരിക്കും, ലോകത്ത് എവിടെല്ലാം നിസ്കരിക്കും. ഞാൻ ഭക്ഷണം കഴിക്കുന്ന വലത് കൈ ഉണ്ടാണെങ്കിൽ അത് എത്രയോ പേര് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ അത് ചെയ്താൽ പിന്നെ അപ്പോ വേറെ ആർക്കും ലോകത്ത്, അമേരിക്കയിലും ന്യൂസിലാൻഡിലും സ്വിറ്റ്സർലാൻഡിലും ഫിൻലാൻഡിലും ജപ്പാനിലും യൂറോപ്പിലും ലോകത്ത് ഒരു സ്ഥലത്തും ഒരാൾക്കും അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യുമ്പോ അങ്ങനത്തെ ഒരു സുന്നത്തുണ്ട്. അതേത് സുന്നത്ത്? നോക്കട്ടെ കടപ്പുറത്തുള്ള നമുക്ക് ചില ആളുകൾക്ക് അറിയാം, പറയാത്തതാ. ഏതാ സുന്നത്ത്? ഞാൻ ഇപ്പോ അത് ചെയ്താൽ ലോകത്ത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഹജറുൽ അസ്വദിലെ മുത്തല്, അത് സുന്നത്തായ കർമ്മല്ലേ? ഞാൻ ചുംബിക്കുമ്പോ ലോകത്ത് വേറെ ആർക്കും അത് ചുംബിക്കാൻ പറ്റില്ല. ഇനി ഹജറുൽ അസ്വദ് മുത്താൻ ഭാഗ്യം കിട്ടിയാൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചോളി, പടച്ചോനെ, നിന്റെ ഭൂമിയിൽ കോടാനകോടി ജനങ്ങളിൽ ഈ സ്വർഗത്തിന്റെ കല്ലിൽ ഇപ്പൊ മൂക്ക് വെച്ചിട്ടുള്ളത് ഞാൻ മാത്രമാണ്. ലോകത്തൊരു മഖ്ലൂക്കും ഇപ്പൊ അത് ചെയ്യുന്നില്ല. ചെറിയ കാര്യമല്ല. നമ്മളൊക്കെ ചിലപ്പോൾ തള്ളല്ലേ, ഉന്തല്ലേ, ആളല്ലേ, മിസ്രികളുടെ ഇടയിൽ, പാകിസ്ഥാനികളുടെ ഇടയിൽ, അതുപോലെ ഇറാനികളുടെ ഇടയിൽ, സൗദിയുടെ ഇടയിലൊക്കെ നമ്മൾ ഇച്ചിരി വന്ന് നമ്മൾ ചെന്ന് നിന്ന് കൊടുത്താൽ തോണ്ടിയും കറിയും അതുകൊണ്ട് പോണ്ടെന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കുന്നവരുണ്ട്. ഹജറുൽ അസ്വദിനൊന്നും മുത്താൻ പറ്റാതെ ഇവിടെ നിന്ന് മരിച്ചു പോയാലും രംഗമൊന്നും ആലോചിച്ച് നോക്കി. കിട്ടുന്ന അവസരത്തിൽ പോകണം. മുഹറം, എനിക്ക് ഈ ഉംറ കച്ചവടമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട. ഞാൻ ഇതിനൊക്കെ എതിർക്കുന്ന ആളാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇവിടെ നിന്ന് ആരെങ്കിലും എൻ്റെ കൂടെ വരുന്നെങ്കിൽ ഒരു 50 പേര് പാസ്പോർട്ട് കൊണ്ടുവരും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ വണ്ടന്മാരാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ അതിനെ എതിർക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഉംറയ്ക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെ ഗ്രൂപ്പുകൾ വന്നത് കൊണ്ടുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അൽഹംദുലില്ലാഹ് ഉംറ ചെയ്യാൻ പറ്റി. ഹജ്ജിന് പോകുമ്പോ ഗവൺമെന്റിൽ കൊടുത്താൽ ഞാൻ എതിർത്ത് പറയുന്നതല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു അമീർ ഇല്ലാതെ. പക്ഷെ നമ്മള് ഇരട്ടി പൈസ കൊടുത്താണെങ്കിലും ഹജ്ജ് കമ്മിറ്റിയിലും പോകേണ്ടവര് പോകണം, ഞാൻ എതിർക്കുന്നതല്ല. ഇനി അതൊരു വിവാദമാവണ്ട. പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ പോയി കഴിഞ്ഞാൽ അമീറന്മാരുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, ഹറമിനടുത്താണ് താമസം. നമുക്ക് ഇബാദത്തിനൊക്കെ അവസരം കിട്ടില്ല ഉസ്താദേ? നല്ല അവസരമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ അങ്ങനെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. സുന്നത്തായ പല കാര്യങ്ങളും ഉപേക്ഷിക്കുന്നവരാണ് തലമറയ്ക്കാതെ നടക്കുന്ന ചെറുപ്പക്കാരെ. പ്രിയപ്പെട്ടവരെ, തലമറയ്ക്കുക എന്ന് പറയുന്നത് ഒരു മുസൽമാന്റെ അടയാളമാണ്. തലമറയ്ക്കുക അതൊരു സുന്നത്തായ കർമ്മമാണ്. നിസ്കാരത്തിൽ പോലും എത്രയോ ചെറുപ്പക്കാര് തലമറയ്ക്കാറില്ല. ആലോചിക്കണേ, ഫർളായതൊന്നുപോലും ഉപേക്ഷിക്കില്ല, പക്ഷേ സുന്നത്ത് പലതും ഉപേക്ഷിക്കുകയാ. രണ്ടാമത്തെ അടയാളം ഏതെന്നറിയോ? അവര് ഹറാമായ കാര്യങ്ങളൊന്നും അവര് ചെയ്യൂല, പക്ഷേ കറാഹത്തായ പല കാര്യങ്ങളും അവരറിയാതെ ചെയ്തു പോകുന്നവരാ. അവരാണ് മുഖ്തസദീങ്ങള്, മധ്യനിലപാടിലുള്ളവര്, മിഡിൽ ലെവലിലുള്ളവര്. അവരാണ് 30% വരുന്ന സമുദായത്തിൽ 100 പേരിൽ അവര് തന്നെയാണ്. സഹോദരങ്ങളെ, അവരുടെ അടയാളം നിർബന്ധമായതൊന്നും ഉപേക്ഷിക്കില്ല, സുന്നത്തുകൾ പലതും വിട്ടുപോകും, ഹറാമൊന്നും ചെയ്യില്ല, പക്ഷേ കറാഹത്ത് പലതും ചെയ്തു പോകും. വലത്തോട്ട് തുപ്പുന്നത് കറാഹത്താ, മുമ്പിലോട്ട് തുപ്പുന്നത് കറാഹത്താ. സഹോദരങ്ങളെ, നിന്ന് വെള്ളം കുടിക്കുന്നത് കറാഹത്താ. ഇതുപോലുള്ള കറാഹത്തുകൾ ജീവിതത്തിൽ ചെയ്യുന്നവരാണ്. അവര് ഹറാം ഒരു പക്ഷേ ചെയ്യുന്നവരല്ലായിരിക്കാം. ഇവരാണ് മുഖ്തസദീങ്ങള്. അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സഹാബത്ത് അത്രയും സൂക്ഷ്മതയോടെ കഴിഞ്ഞവരാ. എന്തിനാ സഹാബത്തിന്റെ കാലത്തിലുള്ളവരെ പറയുന്നത്? ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്ന ഇതേ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ പോലും ഇല്ലാത്ത ഒരു സ്ഥലമുണ്ടറിയുമല്ലോ. അവിടെ ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹീസുന്ന
ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ. മഹാനവറുകളുടെ ജീവിതം നിങ്ങൾക്കറിയോ? ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ജീവിതമാണ്. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ജീവിതമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെക്കൻ ജില്ലകളിൽ വന്നാൽ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി എന്ന് പറഞ്ഞൊരു മഹാപണ്ഡിതന് ജീവിച്ചിരുന്നോ. ആ പണ്ഡിതന്റെ ഖബറും അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹവും ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്തയാളാ. എത്രയോ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന മഹാപണ്ഡിത കേസരികൾ, ധീര കേസരികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കറാഹത്ത് പോലും ചെയ്യാറ്, ഒരു സുന്നത്ത് ഒഴിവാക്കാതെ ജീവിക്കുന്ന മഹാരഥന്മാർ, അവരുടെ പദവി അല്ലാഹു പറയുന്നു ഖുർആനിന്റെ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള അവകാശികളാ. അവർക്ക് നാളെ പരലോകത്ത് എങ്ങനെയാണ് നേരിടേണ്ടതെന്നറിയോ? യുഹാസബൂന ഹിസാബൻ യസീറാ. അല്ലാഹുവിന്റെ കോടതിയിൽ പേരിനൊരു വിചാരണ, ഒരു ലഘുവായ വിചാരണ മാത്രമേ അവരെ നേരിടേണ്ടി വരികയുള്ളൂ. തൊട്ടടുത്ത എയർപോർട്ട് ഏതാണ്? കരിപ്പൂര് വിമാനത്താവളം. കുറച്ചങ്ങോട്ട് പോയാ നെടുമ്പാശ്ശേരി. അവിടെ നിന്നും പോയാ പ്രിയപ്പെട്ടവരെ നമുക്കറിയുമല്ലോ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട്. ഇങ്ങോട്ട് പോവാണെങ്കിൽ കണ്ണൂർ എയർപോർട്ട്. ഈ എയർപോർട്ടുകളിലെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നിങ്ങൾ ചെന്ന് നിൽക്ക്. പള്ളിയിലെ ഇമാമാണ്, കാളിയാണ്, അതൊക്കെ അങ്ങ് വീട്ടിൽ പറഞ്ഞാൽ മതി, പള്ളിയിൽ പറഞ്ഞാൽ മതി. ഇവിടെ വന്ന കൈ പൊക്കണം, കാല് പൊക്കണം, അവര് പറയുന്നത് പോലെയൊക്കെ നിന്ന് നോക്കണം. തിരിഞ്ഞിക്കണം, അങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം, എന്തൊക്കെ പരിശോധിക്കണം പറ്റോ അതൊക്കെ പരിശോധിക്കും. പിന്നെ നമുക്ക് തൊപ്പിയൊക്കെ ഉണ്ടെങ്കിൽ തൊപ്പി എടുപ്പിക്കും, ദാടി ഉണ്ടെങ്കിൽ ദാടി ഇടയിൽ കയറ്റി നോക്കും. അങ്ങനെയൊക്കെ പരിശോധന നടത്തും. അതേസമയം നമ്മൾ എന്തുകൊണ്ടാണ് അവരുടെ മുന്നിൽ വാലിമീങ്ങളാണ്, എന്നാൽ അവരുടെ മുന്നിൽ മുഖത്തസ്രീങ്ങളായ ഒരു കൂട്ടം ആളുകളുണ്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് സമയമായി. എല്ലാ പാസഞ്ചറും കയറി. ടേക്ക് ഓഫിന് ടൈം ആകുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അത് ഇപ്പോഴത്തത് അപ്പോഴത്തെന്നുള്ള വിഷയമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായാലും അദ്ദേഹത്തെ നേരെ കൊണ്ടുവരുന്നു, സീറ്റിലിരുത്തുന്നു, ഫ്ലൈറ്റ് പോകും. ഡൊമസ്റ്റിക്കിന്റെ കാര്യം ഞാൻ ഈ പറയുന്നു. അദ്ദേഹത്തിന്റെ പേരിനൊരു ടെസ്റ്റ്, ഒരു പരിശോധന, പേരിന്. അതാണ് മുഖത്തസിദ്. അതാണ് മുഖത്തസിദ് അവരുടെ കണ്ണിൽ. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പരിശോധന, പേരിനൊരു പരിശോധന. നാളെ പരലോകത്തൊരു പേരിനൊരു വിചാരണ. ആയിഷ ബീവി ചോദിച്ചല്ലോ, നബിയേ ഹിസാബ് യസീറെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ, പറഞ്ഞു തരുവോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പേരിനൊരു വിചാരണയാണ് ആയിഷ. അതല്ല, ഒരാളെ നിർത്തി അല്ലാഹു തആല പരിശോധിക്കാൻ തുടങ്ങിയ അവന് പെട്ടതു തന്നെ. അതുകൊണ്ടാണ് നാട്ടില് ഈ എന്താ സ്ഥലത്തിന്റെ പേര്? എളാരങ്കടപ്പുറം എന്ന് പറയുന്ന ഈ പ്രദേശത്തെ സാധുവായൊരു മനുഷ്യൻ, ഒരു കോടീശ്വരനായ ഒരു മനുഷ്യൻ, രണ്ടുപേരും മരിച്ച് അള്ളാന്റെ മുമ്പിലെത്തിയാൽ എളാരങ്കടപ്പുറത്തുള്ള സാധുവിനെ അല്ലാഹു തആല സിറാത്തിന്റെ മുമ്പിൽ വെച്ച് മലായിക്കത്തുകൾ ഇങ്ങോട്ട് ചോദിക്കും, എന്താ ഉള്ളത്? എന്താ? SKSF ഒരു 3 സെന്റ് ഭൂമി തന്നു, SOSന്റെ പ്രവർത്തകർ ഒരു വീടും വെച്ച് തന്നു, നാട്ടുകാര് അതിന് കറണ്ടിന് ബില്ലും അടച്ചു, അവര് തരുന്ന ഭക്ഷണം കഴിച്ച് നടന്നു. ഈവൻ സാലിഹാണോ? കയറിപ്പോയ്ക്കോ. ചോദ്യങ്ങളൊന്നുമില്ല. കാരണം അവരത് ചോദിക്കാൻ വേറെ ഒന്നുമില്ലല്ലോ, പേരിന് ചോദിച്ചു. അപ്പോഴാണ് എളാരങ്കടപ്പുറത്തെ കോടീശ്വരം വന്നത്. നിനക്കെന്തുണ്ട്? എളാരങ്കടപ്പുറത്ത് ഒരു 10 സെന്റ്, താനൂര് ഒരു 10 സെന്റ്, തിരൂര് ഒരു കട, പരപ്പനങ്ങാടിയിൽ ഒരു ഷോപ്പ്, കോഴിക്കോട് അതിന്റെ പണി നടക്കാൻ. അപ്പോഴാണ് ഞാൻ മരിച്ചത്. അങ്ങനെ ഓരോന്നെണ്ണി പറയും. അപ്പൊ അള്ളാഹുവിന്റെ മലക്കൾ ചോദിക്കും, അത് എവിടെ നിന്ന് സമ്പാദിച്ചു, അതെങ്ങനെ കിട്ടി, അതിന്റെ സക്കാത്ത് കൊടുത്തു, അതിന്റെ മുതലാളിത്ത ബാധ്യത വീഡിയോ, അതിന്റെ രജിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, അതിനെങ്ങനായിരുന്നു നീ കൈമടക്ക് കൊടുത്തത്, അതിന് അവിടെ നിന്ന് നീ അതെങ്ങനെ നീ ഒപ്പിച്ചത്, ഇതെല്ലാം ചോദിച്ച് 40 വർഷം പൂർത്തിയാവും. 40 വർഷം പൂർത്തിയാവും. അപ്പൊ ചിന്തിക്കും, ഓടി നടന്നാ പോരെ, 40 വർഷത്തെ കേസല്ലേ ഉള്ളൂ. 40 വർഷം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊക്കെ പോവായിരിക്കും. എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മനുഷ്യരല്ലേ. ഞാനിവിടെ വരാൻ വേണ്ടിയിട്ട് 10, 10, 11, 12 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് വരുന്നത് ഇപ്പോഴത്തെ റോഡിന്റെ സാഹചര്യത്തിൽ.
അതേസമയം എയർപോർട്ടിൽ ദുബായിലോ ഏതെങ്കിലും എയർപോർട്ടിലാണ് നമ്മൾ ചെന്ന് പെട്ടുപോയതെങ്കിലോ 12 മണിക്കൂർ പിന്നെ ഏതെങ്കിലും ഷോപ്പിൽ കയറി 2 സ്പ്രേ ഒക്കെ അടിച്ച് ബാത്റൂമിൽ കയറി ഒക്കെ ഫ്രഷായി വെളിയിറങ്ങുമ്പോഴേക്ക് 10 മണിക്കൂർ തീരും. നമ്മൾ കരുതുന്നത് എന്താണ്? അള്ളാഹുവിന്റെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ 40 അതൊക്കെ പെട്ടെന്ന് പോകും. എങ്ങനെ പോകും? അവിടുത്തെ ഒരു ദിവസം ഇവിടത്തെ എത്ര കണക്കെന്നറിയോ? എത്ര അവിടുത്തെ ഒരു ദിവസം ഇവിടുത്തെ എത്ര ദിവസമുണ്ട്? രേഖ വേണം. മിഖ്ദാറുഹു 50,000 സന, മിഖ്ദാറുഹു 50,000 സന. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാ. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാ. അങ്ങനത്തെ 40 വർഷം ഒന്ന് കൂട്ടി നോക്ക്. ബുദ്ധി മരവിച്ചു പോവും. കാൽക്കുലേറ്ററിൽ നിൽക്കൂല, കാൽക്കുലേഷനിൽ നിൽക്കൂല. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷം. അങ്ങനത്തെ 40 കൊല്ലം അവിടെ നിൽക്കേണ്ടി വരും. എന്നിട്ട് പണക്കാരന് സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, വിചാരണ ലഘുവാവുക എന്ന് പറഞ്ഞാൽ പേരിനൊരു വിചാരണ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളാ വിഭാഗത്തിൽ ചേർക്കണേ അല്ലാ. ഇനി മൂന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാണ്, വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. ഇനി മൂന്നാമത്തെ വിഭാഗത്തെ അല്ലാഹ് പരിചയപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് കൊണ്ട് നന്മയിലെ മുന്നേറിയവനാ, നന്മകളിലെ സുഹൃതങ്ങളിലെ മുന്നേറിയവനാ. പ്രിയപ്പെട്ടവരെ, അവരുടെ അടയാളം എന്തെന്നറിയോ? നേരത്തെ 2 കൂട്ടരുടെയും അടയാളം നിങ്ങൾ മറക്കരുത്. മൂന്നാമത്തെ നന്മയിലെ മുന്നേറിയവരുടെ അടയാളം എന്തെന്നറിയോ? അവര് നിർബന്ധമായതും സുന്നത്തായതും ഒക്കെ ചെയ്യുന്നവരാ. ഒരു നിർബന്ധമായതും ഒഴിവാക്കൂല, ഒരു സുന്നത്തായതും അവർ ഒഴിവാക്കൂല. ഹറാമായതൊന്നും അവർ ചെയ്യൂല, കറാഹത്തായതൊന്നും അവർ ചെയ്യൂല. പ്രിയപ്പെട്ടവരെ, കൂട്ടത്തിൽ വൽ മുബാഹ, അല്ലാഹ് അനുവദിച്ച പല കാര്യങ്ങളും അവർ ചെയ്യൂല. മനോഹരമായൊരു വീട് വെക്കൽ അല്ലാഹു അനുവദിച്ചതാണ്. പക്ഷേ അമ്പരചുംബിയായ വീട് വെക്കാൻ അവർ തയ്യാറാവൂല. അവര് പറയും, എന്റെ വീട് ആഖിറത്തിലാണ്. വർണ്ണ നിറത്തിലുള്ള രുചി കൂട്ടുകളിലുള്ള മണവൈവിധ്യമുള്ള ഭക്ഷണം ഹലാലാണ്, അല്ലാഹ് അനുവദിച്ചതാണ്. ചില മഹാന്മാരോട് ചോദിക്കണം, നിങ്ങൾക്ക് നല്ല ബിരിയാണി ഉണ്ട് തരട്ടെ. അവര് ദേഷ്യപ്പെടും. അവർക്ക് അനുവദിച്ചതാണ്. പക്ഷേ അവര് പറയുന്നതെന്താണ്? ഇങ്ങനെയുള്ള ഭക്ഷണം എനിക്ക് അല്ലാഹു സ്വർഗത്തിൽ തരും, എനിക്ക് വേണ്ട. അല്ലാഹ് അനുവദിച്ച കാര്യങ്ങൾ പോലും പലതും ഒഴിവാക്കുന്നവരാ. അവര് തസവ്വുഫിന്റെ ഉന്നതമായ മേഖലകളിൽ എത്തപ്പെട്ടവരാണ്. അവര് 10% ഉള്ളൂ. സഹോദരങ്ങളെ, അവരുടെ പരലോകത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. വിചാരണ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പോകുമെന്ന, അവര് വിചാരണ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പോകുമെന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് അല്ലാഹു തന്ന, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അനുവദിച്ച ആയുസ് എത്രയാണോ ആ കാലയളവിൽ വിശുദ്ധ ഖുർആനിനെ നെഞ്ചോടൊന്ന് ചേർത്ത് വെക്കാൻ, ആ ഖുർആനിനെ ഒന്ന് അണച്ചു പിടിക്കാൻ, ആ ഖുർആനിനെ ഒന്ന് വാരി പുണരാൻ, ആ ഖുർആനിനെ ഒന്ന് നെഞ്ചോട് ചേർത്ത് വെക്കാൻ, ആ ഖുർആനിന്റെ ഇമാമാണെന്ന് ഉറപ്പിച്ചു പറയാൻ. എളാനം കടപ്പുറത്തുള്ള നിങ്ങൾ മരിച്ചു 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 ഖബറിലേക്ക് കൊണ്ടുവച്ചപ്പോൾ 2 മലക്ക് വന്നിട്ട് ചോദിച്ചു, വമാ ഇമാമുക, ഇപ്പാരാ ഇമാമ്? അത് ഇർഷാദ് വാഫിയ, ഇടി 10 അധികം കിട്ടും. ഇടി ഉറപ്പാണ്. പിന്നെ ആരെ പറയണം? വൽ ഖുർആനു ഇമാമി, എന്റെ ഇമാമു ഖുർആനാണ്, എന്റെ ഇമാമു ഖുർആനാണ്. ഈ ഖുർആൻ ഖബറിൽ മുതൽ തുടങ്ങണം. ആ ഖബറിൽ നിന്ന് നമ്മളെ ഖുർആൻ ഇമാമായി നമ്മൾ നേരെ സിറാത്ത് പാലത്തിന്റെ അടുത്തെത്തുമ്പോ ഈ ഖുർആൻ അവിടെ വരും. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ വരും. എന്നിട്ട് പറയും, പടച്ചവനെ, ഞാൻ ഇവന്റെ അടുക്കലേക്ക് പോകുമ്പോഴല്ലോ എന്നെ എടുത്തവന് ഓതി പാരായണം ചെയ്തു റബ്ബേ, എന്നെ നോക്കിയിട്ടവന് ജീവിച്ചു റബ്ബേ.
എപ്പോഴും എന്നോട് ആദരവായിരുന്നു റബ്ബേ. അതുകൊണ്ട് ഇവനെ എനിക്ക് സ്വർഗത്തിൽ തരണേ അല്ലാ. നാളെ ഖുർആൻ ശുപാർശകനായി വന്ന് പരലോകത്തെ നമ്മളെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയുൽ ഹറമൈനി ഇമാമുൽ മുത്തഖീൻ ത്വാഹ റസൂലുള്ളാഹ്. എത്ര ഭാഗ്യമാണ്. അപ്പൊ ഖബറിൽ മറുപടിയും പറഞ്ഞ് സിറാത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഈ ഖുർആനിനെ ഖബറിൽ വെച്ച് നീ ആരാ എന്ന് ചോദിച്ചാ പോരാ. ഇവിടെ ആ ഖുർആനുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. ആ ഖുർആനുമായിട്ട് ഇവിടെ ഒരു ബന്ധം ഉണ്ടാക്കണം. ആ ബന്ധം എങ്ങനത്തെ ബന്ധമാണ്? ഭർത്താവ് മരിക്കുമ്പോ ഓതാൻ എടുത്ത് പൊടി തട്ടിക്കുടഞ്ഞാൽ പോരാ. വാപ്പ മരിച്ചപ്പോ എടുത്തിട്ട് പേജ് ഏതാന്ന് നോക്കിയിട്ട് മടക്കി തിരികെ വെച്ചാൽ പോരാ. ഖുർആൻ വായിക്കാനുള്ളത് മാത്രമല്ല, പ്രസംഗിക്കാനുള്ളത് മാത്രമല്ല, ഖുർആൻ ബറക്കത്തെടുക്കാനുള്ളത് മാത്രമല്ല, ഖുർആൻ ജീവിക്കാനുള്ളതാണ്.